സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്തിന്റെ നോവൽ ഭിക്ഷ, അധ്യായം 20 തുടർച്ച. ജയേട്ടത്തി അമ്മ നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞു കല്യാണത്തിന് സമ്മതിക്കണമെന്ന്. എനിക്കിഷ്ടമല്ല ഈ കല്യാണം. ഞാൻ ആരോട് പറയും ഏട്ടത്തിയമ്മേ? അതിന് നീ എന്തിനാ കുട്ടി കരയുന്നത്? വലിയേട്ടൻ തീരുമാനമൊന്നും അറിയിച്ചില്ലല്ലോ. അവൾ കണ്ണുകൾ തുടയ്ക്കവേ മടിച്ച് വിറയാർന്ന ശബ്ദത്തിൽ സ്വരം നന്നേ താഴ്ത്തി കമലയോട് പറഞ്ഞു. ഏട്ടത്തിയമ്മ, സദാനന്ദേട്ടനോട് ഒന്ന് പറഞ്ഞു നോക്കൂ അക്കാര്യം. അന്ന് എന്നോട് പറഞ്ഞതല്ലേ ശ്രമിച്ചു നോക്കാമെന്ന്. ഏത് കാര്യം? രവീന്ദ്രന്റെ കാര്യം. രവീന്ദ്രന് സ്വത്തിനോട് മോഹമൊന്നും കാണില്ല. സ്വത്ത് ഏട്ടന്മാർ എടുത്തോട്ടെ. രവീന്ദ്രനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചാൽ മതിയെന്ന് ഏട്ടത്തിയമ്മ ഒന്ന് പറയൂ. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ കമല അല്പസമയം നിശബ്ദയായി നിന്നു. സീമന്തിനി ചോദിച്ചു, ഏട്ടത്തിയമ്മയ്ക്ക് പേടിയായി ഏട്ടനോട് പറയാൻ അല്ലേ? പേടിയായിട്ടല്ല കുട്ടി, പറഞ്ഞാൽ ചെവി കൊള്ളുമോ എന്നാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ ഏട്ടത്തിയമ്മേ. ഞാൻ പറയാം. എന്നെ കൊണ്ടാവുന്ന തരത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. മറുപടി എന്തായിരിക്കുമെന്നറിയില്ല. നീ പ്രാർത്ഥിക്കൂ കുട്ടി. ദൈവത്തിന് മാത്രമേ ഇനി നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കൂ. നിന്റെ ഏട്ടന്മാർ 3 പേരും സ്വാർത്ഥരാണ്. സീമന്തിനി നിശ്ചാവടിയിലേക്ക് നടന്നു. കമലയുടെ കണ്ണുകളിൽ ഈർപ്പം പടർന്നു കയറി. ഭാരിച്ച ധനത്തിന്റെ ഉടമയായിട്ടും ഈ പെൺകുട്ടിയുടെ ജീവിതം യാതന നിറഞ്ഞതാണല്ലോ എന്ന് അവൾ സഹതപിച്ചു. സദാനന്ദന്റെ പിറന്നാളാണെന്ന്. കമല രാവിലെ ക്ഷേത്രത്തിൽ പോയി അർച്ചനയും പ്രാർത്ഥനയും നടത്തി. വീട്ടിലെത്തി പ്രസാദം ഭർത്താവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നെന്റെ പിറന്നാളായിട്ട് നിനക്കൊരു സമ്മാനമുണ്ട്. എന്താണാവോ? അത് വൈകുന്നേരം അറിയും. എനിക്കിനി നെക്ലേസ് ഒന്നും വേണ്ട. നെക്ലേസ് ഒന്നുമല്ല, നീ കണ്ടോ വൈകുന്നേരം ഞാൻ എത്തുമ്പോൾ. അയാൾ ധൃതിയിൽ ഇറങ്ങിപ്പോയി. കമല വൈകുന്നതുവരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ദീപം കത്തിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു പുതിയ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടു. അത് തുളസിത്തറയ്ക്കടുത്തായി വന്നു നിന്നു. കാർ ഓടിച്ചു കൊണ്ടുവന്നത് ഭർത്താവ് തന്നെയാണെന്ന് കണ്ടപ്പോൾ അവൾ ചിരിച്ചു. അയാൾ പുറത്തിറങ്ങി ചോദിച്ചു, എങ്ങനെയിരിക്കുന്നു കാറ്? നന്നായിരിക്കുന്നു. ആരുടെയാ? അയാൾ മനസ്സ് തെളിഞ്ഞു ചിരിച്ചു. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ സമ്മാനം. ഏട്ടന്മാർക്ക് 2 പേർക്കും കാറില്ലേ? നമുക്ക് മാത്രം ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്കുമായി. ഇനി എന്റെ ഭാര്യയ്ക്ക് എവിടെയൊക്കെ ആണ് പോകേണ്ടതെന്ന് പറ, കൊണ്ടുപോകാം. പഴയ ഒരു പരിഭവം കിടപ്പുണ്ടല്ലോ. അവൾ സന്തോഷത്തോടെ ചിരിച്ചു. എങ്കിലും ഇത് ചെറിയമ്മയുടെ ആദായത്തിൽ നിന്നെടുത്തതാണോ എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സ് അശാന്തമായി. തേക്കങ്കാട് മഠത്തിന്റെ മുന്നിലുള്ള വലിയ ഷെഡിൽ 3 കാറുകൾ നിരന്നു കിടന്നു. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് സഹോദരന്മാർ 3 പേരും പൂമുഖത്ത് കൂടി. വലിയേട്ടത്തിയമ്മ തളത്തിലെ കസേരയിലിരുന്നു. അത് പതിവില്ലാത്തതാണ്. ഇന്ന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരിക്കും. കുഞ്ഞിനെയും കൊണ്ട് ജയേട്ടത്തിയമ്മയും തളത്തിലെത്തിയിട്ടുണ്ട്. വലിയേട്ടൻ ചോദിച്ചു, സീമന്തിനി പോയോ ചാവടിയിൽ? ഇല്ല, അടുക്കളയിലുണ്ട്. കമലയാണ് മറുപടി പറഞ്ഞത്. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. കമല സീമന്തിനിയെ വിളിച്ചുകൊണ്ട് തളത്തിൽ വന്നു. വലിയേട്ടൻ എല്ലാവരോടുമായി പറഞ്ഞു, സേതുവിന്റെ അളിയന്റെ ജാതകവുമായി ഇവളുടെ ജാതകം പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് അത് നടത്താൻ പറ്റില്ല. ഇനി ഇവളുടെ ജാതകത്തിന് പറ്റിയ ഒരു ജാതകക്കാരനെ അന്വേഷിച്ച് എവിടെ പോകാനാണ്? ഞാൻ ഒരു കാര്യം ആലോചിച്ചുറച്ചു. രാമദാസിന്റെ ജാതകവും ഇവളുടെ ജാതകവും വെച്ചു നോക്കിയപ്പോൾ ദീർഘപൊരുത്തം കണ്ടു. മുറിച്ചെറുക്കനുമാണല്ലോ. ഇവൾക്ക് ഇവിടെ തന്നെ കഴിയുകയും ചെയ്യാം. ചെറിയമ്മയെ നോക്കാനും ആള് വേണമല്ലോ. അപ്പച്ചിയും ഏതാണ്ട് കിടപ്പിലാണ്. അവരെയും ശുശ്രൂഷിക്കാൻ മറ്റാരുമില്ലല്ലോ. രാമദാസിന് അല്പം ബുദ്ധിമാന്യം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അതിനവൻ ജോലി ചെയ്ത് അവളെ പോറ്റണ്ട. അച്ഛൻ ധാരാളം സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. രാമദാസിന് ദുശീലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചു. മുഹൂർത്തവും ദിവസവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പറയാനാണ് എല്ലാവരെയും വിളിച്ചത്. സീമന്തിനി പതിയെ കമലയുടെ ചുമലിലേക്ക് ചാഞ്ഞു വീണു. താൻ പാതാളത്തിലേക്ക് താഴുകയാണോ എന്ന് കമലയ്ക്ക് തോന്നി. അവൾ സീമന്തിനിയെ അണച്ചു പിടിച്ച് സാവധാനം ഭിത്തിയിൽ ചാരി നിന്നു. അധ്യായം 21. എത്ര ക്രൂരമായ തീരുമാനം! ഒരു മനുഷ്യന് ഇത്രയും ക്രൂരനാകാൻ പറ്റുമോ എന്ന് കമല അത്ഭുതപ്പെട്ടു. അവളുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. അവൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കി. അവിടെ യാതൊരു ഭാവമാറ്റവുമില്ല. പുതിയതായി യാതൊന്നും നടന്നില്ലെന്ന മട്ടിൽ കാലുകൾ വിറപ്പിച്ചുകൊണ്ട് പത്രം വായിക്കുകയാണ്.
ശ്വേതേട്ടന്റെ മുഖത്തും പ്രത്യേകിച്ചുള്ള ഭാവമാറ്റമൊന്നും കമല കണ്ടില്ല. വിജയഭാവം മുഴുവൻ വലിയേട്ടത്തിയമ്മയുടെ മുഖത്തായിരുന്നു. എല്ലാവരെയും ഒരു പാഠം പഠിപ്പിച്ച സംതൃപ്തി ആ മുഖത്തുണ്ടായിരുന്നു. ജയേട്ടത്തിയമ്മയുടെ മുഖത്ത് ജാള്യതയുടെ വാട്ടം. അവർ കുഞ്ഞിനെയും കൊണ്ട് നിശബ്ദയായി മുകളിലേക്ക് നടന്നുപോയി. കമലയുടെ ചുമലിൽ തലചായ്చి ഏങ്ങുന്ന സീമന്തിനിയെ ഗൗനിക്കുക പോലും ചെയ്യാതെ വലിയേട്ടനും ഏട്ടത്തിയമ്മയും തളത്തിലൂടെ നടന്ന് ഉറക്കറയിലേക്ക് പോയി. എന്തു പറഞ്ഞാണ് അവളെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയാതെ കമല അവളെ തഴുകിക്കൊണ്ട് നിശബ്ദയായി നിന്നു. വലിയേട്ടന്റെ ക്രൂരത നിറഞ്ഞ തീരുമാനം കേട്ടപ്പോഴുണ്ടായ ഞെട്ടലിൽ നിന്നും മോചനം കിട്ടാൻ ഏറെ സമയമെടുത്തു. കരയാതെ കുട്ടി, വലിയേട്ടൻ പറഞ്ഞെന്ന് വെച്ച് കല്യാണം നടന്നില്ലല്ലോ. നമുക്ക് വഴിയുണ്ടാക്കാം. സദാനന്ദരേട്ടനോട് ഞാൻ ഇന്ന് തന്നെ സംസാരിക്കുന്നുണ്ട്. നീ പോയി കിടന്നോളൂ. അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് കമല സമാധാനിപ്പിച്ചു. സീമന്തിനി ഗദ്ഗതത്തോടെ പറഞ്ഞു, ഈ കല്യാണം നടത്തിയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഏട്ടത്തിയമ്മേ, തീർച്ച. നീ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ, കമല പറഞ്ഞു. വലിയേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താതെ പിന്മാറില്ല. എനിക്ക് പേടിയാവുന്നു ഏട്ടത്തിയമ്മേ, ഞാൻ അങ്ങും ചത്തുകളയും. കമലയുടെ മനസ്സ് അസ്വസ്ഥമായി. കോപം അവളുടെ സിരകൾ തോറും അഗ്നിശാഖകളായി പടർന്നു കയറുകയായിരുന്നു. സീമന്തിനിയുടെ താടി പിടിച്ചുയർത്തി അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കമല കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, സീമന്തിനി, നീ ഒന്ന് സമാധാനപ്പെടുകുട്ടി. ഞാൻ സദാനന്ദേട്ടനുമായി ഒന്നും സംസാരിച്ചു നോക്കട്ടെ. വേണ്ടി വന്നാൽ ഞാൻ വലിയേട്ടനോടും സംസാരിക്കും. നീ ചാവടിയിൽ പൊയ്ക്കോളൂ. വരൂ, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാം. കമല അവളെയും കൊണ്ട് ചാവടിയിലേക്ക് നടന്നു. ചെറിയമ്മ വാതിൽ തുറന്നു. ഇന്നെന്താ രണ്ടുപേരും കൂടി രാത്രിയിൽ? ചാവടിക്കടുത്ത് കയറിയതും സീമന്തിനി അമ്മയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചതും ഒരുമിച്ചായിരുന്നു. എന്തുണ്ടായി കമലേ? ചെറിയമ്മ ഈ വിവരം അറിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ കമലയ്ക്ക് ഭയം തോന്നി. അവരുടെ സമനില തെറ്റുമോ? അവർ ബഹളം കൂട്ടുമോ? വലിയേട്ടന്റെ തീരുമാനം ചെറിയമ്മയെ ഇപ്പോൾ അറിയിക്കാതിരിക്കുന്നതാവും നല്ലത്. പക്ഷേ പൊടുന്നനെ സീമന്തിനി അമ്മയെ കെട്ടിപ്പിടിച്ച് ഏങ്ങലോടെ പറഞ്ഞു, അമ്മേ, വലിയേട്ടൻ രാമദാസേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു. കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞെന്ന്. ചെറിയമ്മയുടെ കണ്ടത്തിൽ നിന്ന് പുറപ്പെട്ട ഞെട്ടലിന്റെ ശബ്ദം കേട്ട് കമല ഭയന്നുപോയി. അവൾ വരാന്തയിൽ നിന്നും അകത്ത് കയറി ശാന്തസ്വരത്തിൽ ചെറിയമ്മയെ സമാധാനിപ്പിച്ചു. ചെറിയമ്മ വെറുതെ ആദ്യ പിടിക്കേണ്ട. ഞാൻ സദാനന്ദേട്ടനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഒന്ന് സമാധാനപ്പെടൂ ചെറിയമ്മേ. പക്ഷെ ചെറിയമ്മ കണ്ണുകൾ മിഴിച്ച് അതേപടി നിൽക്കുന്നത് കണ്ടു. അവരുടെ കണ്ടത്തിൽ നിന്നും പിന്നെ ശബ്ദം പുറത്തു വന്നില്ല. പിന്നീട് അവർ നിന്ന നിൽപ്പിൽ നിന്ന് മുറിച്ചിട്ട മരം കണക്കെ വശത്തോട്ട് ചരിഞ്ഞു. കമലയും സീമന്തിനിയും അവരെ താങ്ങി പിടിച്ചു. കമല വല്ലാതെ പരിഭ്രമിച്ചു. ആരെയാണ് വിളിക്കേണ്ടത്? ആരോടാണ് പറയേണ്ടത്? വിളിച്ചാൽ ആര് വരാനാണ് ചാവടിയിലോട്ട്? കമല ചെറിയമ്മയുടെ ശിരസ് മടിയിൽ വച്ചിരുന്നു. സീമന്തിനി അവരുടെ മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണികൾ ചലിക്കാൻ തുടങ്ങി. പിന്നെ കുറെ നേരം അവർ ഏതോ മറവിയിൽ എന്ന പോലെ സീമന്തിനിയുടെയും കമലയുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കെ അവരുടെ മുഖപേശികൾ വിറയ്ക്കുകയും അവർ പൊട്ടിക്കരയാൻ തുടങ്ങുകയും ചെയ്തു. കമല പറഞ്ഞു, ചെറിയമ്മയോട് ഞാൻ പറഞ്ഞില്ലേ സമാധാനമായിരിക്കാൻ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന്. എന്നിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ച് എന്നെ വിഷമിപ്പിച്ചാലോ? ചെറിയമ്മ കരയുന്നതിനിടയിൽ പറഞ്ഞു, മൂത്തവൻ ഒരു കാര്യം പറഞ്ഞാൽ അവൻ അത് നടത്തും, സംശയമില്ല. അവന്റെ ആ മോദേവി ഉണ്ടല്ലോ, അവനെ കൊണ്ടത് ചെയ്യിക്കും. അവൾ അന്ന് എന്നോട് പറഞ്ഞതാണ്, പെണ്ണ് നിത്യകന്യകയായി നിൽക്കുകയുള്ളൂ എന്ന്. രാമദാസനെ കൊണ്ട് കെട്ടിച്ചാലും ഫലം അത് തന്നെയാണെന്ന് അവൾക്കറിയാം. ദ്രോഹി. കമല അല്പനേരം നിശബ്ദയായിരുന്നു. സീമന്തിനിയുടെ തേങ്ങലും ചെറിയമ്മയുടെ പിറുപിറുത്തുകൊണ്ടുള്ള കരച്ചിലും ചാവടിയിൽ തങ്ങി നിന്നു. അവൾ എഴുന്നേറ്റ് വരാന്തയിൽ ഇറങ്ങി. സീമന്തിനിയെ അരികിൽ വിളിച്ച് അവൾ പറഞ്ഞു, നീ അമ്മയോട് ഇപ്പോഴേ ഇതൊന്നും പറയണ്ടായിരുന്നു. എന്തായാലും ഇനി ഇപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ചെറിയമ്മ പഴയ അവസ്ഥയിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നീ കരഞ്ഞാൽ ചെറിയമ്മ ഒന്നുകൂടി അന്താളിച്ചു പോവുകയുള്ളൂ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല കുട്ടി. പക്ഷെ എന്തും നമുക്ക് ധൈര്യമായി നേരിടണ്ടേ? സീമന്തിനി കണ്ണുകൾ തുടയ്ക്കവേ തലകുലുക്കി. കമല അവളുടെ ചെവിയിൽ മന്ത്രിച്ചു, രവീന്ദ്രന്റെ കാര്യം പറയാൻ പോവുകയാണ് ഞാൻ സദാനന്ദേട്ടനോട്. വേണ്ടി വന്നാൽ വലിയേട്ടനോടും പറയും. നീ വാതിലടിച്ച് കിടന്നുറങ്ങ്. കമല ചാവടിയിൽ നിന്നിറങ്ങി. സീമന്തിനിയെയും ചെറിയമ്മയെയും സമാധാനിപ്പിച്ചെങ്കിലും എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നോ എങ്ങനെയാണ് കാര്യങ്ങൾ നേരിടേണ്ടതെന്നോ അവൾക്ക് നിശ്ചയമില്ലായിരുന്നു.
പക്ഷേ വല്ലാതെ അമർഷം അവളുടെ മനസ്സിനെ തവിപ്പിച്ചുകൊണ്ടിരുന്നു. അടുക്കള പൂട്ടി അവൾ ഉറക്കറയിലേക്ക് നടന്നു. ഭർത്താവ് ലൈറ്റ് അണച്ച് കിടന്നു കഴിഞ്ഞിരുന്നു. അവൾ മുറിക്കകത്ത് കയറി ലൈറ്റ് ഇട്ടു. ഉറങ്ങിയോ? അവൾ ചോദിച്ചു. നീ എവിടെ ചെന്ന് കിടക്കുകയായിരുന്നു ഇത്രയും നേരം? ചെറിയമ്മയെ ഉറക്കി കിടത്താനാണോ? അയാൾ ചോദിച്ചു. കമല പറഞ്ഞു. ഉറക്കി കിടത്തിയാൽ ഉറങ്ങുമോ അവരിനി? ചെറിയമ്മ ഇനി പഴയ ഭ്രാന്തി ചെറിയമ്മ ആകാതിരുന്നാൽ മതി. അതിനുള്ള കെണിയൊക്കെ ഒരുക്കി വെച്ചില്ലേ നിങ്ങൾ ആണുങ്ങൾ? തുടങ്ങിയോ നീ പ്രസംഗം? വിളക്കണച്ച് വന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് നാളെ വെളുപ്പിനെ ഒരിടം വരെ പോകാനുണ്ട്. ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അയാൾ ഒട്ടും വഴങ്ങുകയില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഈർഷ്യ മുഴുവൻ മനസ്സിന്റെ ഒരു കോണിൽ അമർത്തി ഒതുക്കി വെച്ച് അവൾ മെല്ലെ കട്ടിലിനരികിൽ അയാളുടെ അടുത്തായി ഇരുന്നു. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. സീമന്തിനിയുടെ വിവാഹകാര്യമാണെങ്കിൽ പറയേണ്ട. അതൊഴിച്ച് എന്തു വേണമെങ്കിലും പറയാം. അയാളുടെ നെഞ്ചിലൂടെ വിരലുകൾ ഒടിച്ച് അവൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു. അങ്ങനൊഴിഞ്ഞു മാറാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പറയാനുള്ളത് ആരുടെ കാര്യമായാലും നിങ്ങളോടല്ലാതെ മറ്റാരോടാണ് പറയുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എങ്കിൽ പറയാനുള്ളത് വേഗം പറഞ്ഞു തീർക്ക്. വലിയേട്ടന്റെ തീരുമാനം അല്പം കടന്ന പ്രവൃത്തിയായി പോയില്ലേ? ഇത്രയും ക്രൂരമായിട്ട് ആ കുട്ടിയോട് പെരുമാറരുത്. ഒരു മന്ദബുദ്ധിയെ കൊണ്ട് തങ്കം പോലുള്ള ആ പാവം പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുക. ദൈവം പൊറുക്കില്ല ഇതൊന്നും. അതിനൊപ്പം ഞാൻ എന്തു വേണം? ഈ വിവാഹം നടത്താൻ സമ്മതിക്കരുത്. അവൾ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. വലിയേട്ടനോട് അങ്ങനെ പറഞ്ഞാലൊന്നും ഒരു രക്ഷയുമില്ല. മാത്രമല്ല ഈ വക കാര്യങ്ങളിലൊന്നും തലയിടുന്നത് എനിക്കിഷ്ടമല്ല. കമല അല്പനേരം മിണ്ടാതെയിരുന്നു. എന്തു പറഞ്ഞാലും തെന്നിമാറുന്നു. ഈ മനുഷ്യന് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക? വലിയേട്ടന്റെ ക്രൂരതയേക്കാൾ കടുപ്പമുള്ളതാണ് ഈ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം. അവൾ ശബ്ദത്തിൽ ശാന്തത വരുത്തി പറഞ്ഞു. സീമന്തനിക്ക് ഒരു പയ്യനുമായി അടുപ്പമുണ്ട്. അയാൾ ചോദ്യഭാവത്തിൽ അവളെ നോക്കി പറഞ്ഞു. വിഷ്ണു ക്ഷേത്രത്തിലെ പുരോഹിതന്റെ അനുജന്റെ മകൻ രവീന്ദ്രനുമായി അവൾ അടുപ്പത്തിലാണ്. അയാൾ നല്ല ഒരു ചെറുപ്പക്കാരനാണ്. വിദ്യാഭ്യാസവും ഉണ്ട്. അയാളെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചാൽ എന്താ? കാൽ കാശിന് വകയില്ലാത്ത ആ പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനോ? പുരോഹിതന്റെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കണമെന്നോ? അത്രയ്ക്ക് അധവദിച്ചു പോയോ തേക്കുംകാട് മഠം? രാമദാസനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ് തേക്കുംകാടിന് അന്തസ് അല്ലേ? രാമദാസൻ അച്ഛന്റെ അനന്തരവനാണ്. അവന്റെ മുറപ്പെണ്ണാണവൾ. അല്പം ബുദ്ധിക്കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. ഇവിടെ അപ്പച്ചിയെയും ചെറിയമ്മയെയും നോക്കാൻ ഒരാള് വേണ്ടേ? വലിയേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. രാമദാസൻ അവളെ കല്യാണം കഴിപ്പിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അതവൾക്ക് ഇഷ്ടമല്ല. ആരാണ് ഇഷ്ടപ്പെടുക ഒരു മന്ദബുദ്ധിയെ കിട്ടാൻ? നീ ലൈറ്റ് അണച്ച് കിടക്കാൻ നോർക്ക്. വെറുതെ അതും ഇതും പറയാതെ. അയാൾ തിരിഞ്ഞു കിടന്നു. കാര്യമായിട്ട് യാതൊന്നും ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റില്ല. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യം സാവധാനം സിരകളിലേക്ക് പടർന്നു. അവൾ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെന്നറിയണം. ജാതകത്തിൽ ദോഷമുണ്ടെന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. സ്വത്ത് മുഴുവൻ ഇവിടെ നിങ്ങളുടെ കയ്യിൽ തന്നെ കിടക്കുമല്ലോ. രാമദാസനാവുമ്പോൾ കേസ് പറയാനോ ഓഹരി വാങ്ങാനോ വരില്ലല്ലോ. ഉദ്ദേശം അതെങ്കിൽ അത് തന്നെ. സ്വത്ത് ഈ പറയുന്ന ആരുടെയും അച്ഛന്റെ വകയല്ല. ഞങ്ങളുടെ അച്ഛന്റെ സ്വത്താണ്. അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. അല്പനേരം മൗനിയായിരുന്നതിന് ശേഷം കമല പറഞ്ഞു. രവീന്ദ്രൻ വിവരമുള്ള പയ്യനാണ്. സ്വത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചു പണം മാത്രം കൊടുത്താൽ മതിയാവും. നിങ്ങൾ വലിയേട്ടനോട് പറഞ്ഞ് ആ വിവാഹം അങ്ങ് ഉറപ്പിക്കൂ. നിനക്ക് ഭ്രാന്തുണ്ടോ കമലേ? ചെറിയമ്മയുടെ സ്വത്ത് അവരുടെ കാലം കഴിയുമ്പോൾ അവൾക്കല്ലേ? ഏതെങ്കിലും മനുഷ്യൻ അത് വേണ്ടെന്ന് വയ്ക്കുമോ? കൊടുത്തില്ലെങ്കിൽ വ്യവഹാരം നടത്തി എന്നെങ്കിലും അത് കൈക്കലാക്കാൻ നോക്കും. നീ എന്താണ് അത് ചിന്തിക്കാത്തത്? എങ്കിലും ഈ രാമദാസന്റെ കൂടെ ഭാര്യയായി അവൾ എങ്ങനെ കഴിയും? വാസ്തവത്തിൽ മഹാപാപമാണ് നിങ്ങളൊക്കെ ചേർന്ന് ചെയ്യാൻ പോകുന്നത്. അയാൾ അക്ഷമയോടെ പറഞ്ഞു. ആകട്ടെ, ആ മഹാപാപത്തിന്റെ ഫലം ഞങ്ങൾ സഹിച്ചോണം. നിന്നെ ബാധിക്കില്ല. ദേഷ്യവും സങ്കടവും കമലയുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. സീമന്തിനിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഒരു വാശി അവളുടെ മനസ്സിൽ അഗ്നി പോലെ പടർന്നു കയറി. പക്ഷെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? നാളെ വലിയേട്ടനോടോ വലിയേട്ടത്തിയമ്മയോടോ ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല.
പതിവിലും നേരത്തെ കമല എഴുന്നേറ്റ് അടുക്കളയിൽ പോയി. ജാനകി അടുക്കള ജോലികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കമലയെ കണ്ടതും അവർ സ്വരം താഴ്ത്തി പറഞ്ഞു, എങ്കിലും എന്റെ കുഞ്ഞെ, ആ സീമന്തിനി കുഞ്ഞിനോട് ഇങ്ങനെയൊരു ദ്രോഹം ചെയ്യരുതായിരുന്നു. ഇന്നലെ വലിയേട്ടൻ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. എന്റെ ചങ്ക് പൊട്ടിപ്പോയി കുഞ്ഞെ. ആ വേലക്കാരിയുടെ മനുഷ്യത്വം പോലും തന്റെ ഭർത്താവിനോ ഏട്ടന്മാർക്കോ ഇല്ലാതെ പോയല്ലോ എന്ന് കമല ദുഃഖത്തോടെ ഓർത്തു. ജാനകി തുടർന്നു, പൊന്നു തൂക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമില്ലെന്നറിയാം. എങ്കിലും എന്റെ കമല കുഞ്ഞെ, ഈ കല്യാണം നടത്താൻ സമ്മതിക്കരുത്. കുഞ്ഞെങ്കിലും ഇതിൽ മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യണം. ഇതിനേക്കാൾ ഭേദം അതിനെ കെട്ടിക്കാതെ നിർത്തുന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ സാക്ഷാൽ വെങ്കിടാചലപതിയാണ് ഒരു പോള ഞാൻ ഇന്നലെ അടച്ചില്ല. അത്ര വിഷമമായിരുന്നു എനിക്ക്. ചെറിയമ്മ പണ്ടത്തേതിന്റെ ബാക്കിയാവും, ഇനി സംശയമില്ല. കമല അവളുടെ മുഖത്ത് നോക്കി നിന്നതല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. അവരോട് എന്തു പറയാനാണ്? തനിക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് യാതൊരു രൂപവുമില്ലാതായിരുന്നു. സീമന്തിനി പതിവ് സമയത്ത് തന്നെ അടുക്കളയിലെത്തി. കമലയെ കണ്ടപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് നല്ലതുപോലെ പനിക്കുന്നുണ്ട് ഏട്ടത്തിയമ്മേ. ഇന്നലെ ഉറങ്ങിയില്ല. പൊള്ളുന്ന ചൂടുണ്ട്. ആദ്യ കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പച്ചിക്ക് വേണ്ടി കാപ്പിയും പലഹാരവും എടുത്ത് ജാനകി വശം ചായപ്പിൽ കൊടുത്തയച്ചു. കമല ചോദിച്ചു, മരുന്ന് വാങ്ങണ്ടേ ചെറിയമ്മയ്ക്ക്? അമ്മയ്ക്ക് ശരീരത്തിനല്ല ഏട്ടത്തിയമ്മേ അസുഖം. മനസ്സിന് ആദ്യ കയറുമ്പോൾ അമ്മയ്ക്ക് പനിയുണ്ടാവുക പതിവാണ്. ജോലി ചെയ്യുന്നതിനിടയിൽ അവൾ തുടർന്നു, ഞാൻ ഒരു സമാധാനത്തിൽ അങ്ങ് നടക്കുകയാണ് ഏട്ടത്തിയമ്മേ. എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ വലിയേട്ടനോട് നേരിട്ട് പറയാം. നടത്താനാണ് ഭാവമെങ്കിൽ ഒന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രവർത്തിക്കും. ആത്മഹത്യ ചെയ്യുമായിരിക്കും അല്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നോക്കി കമല നിശബ്ദയായി നിന്നു. ഇന്നൊന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാനാവുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിച്ചു. ചായ്പിലെ അപ്പച്ചിയെ താങ്ങി പിടിച്ചുകൊണ്ട് ജാനകി വരുന്നത് അടുക്കള വാതിലിലൂടെ കണ്ടു. കമല വേഗം അടുക്കളയിൽ നിന്നിറങ്ങി ചെന്നു. അപ്പച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് അപ്പച്ചി ഇന്നിങ്ങോട്ട്? നടക്കാൻ തീരെ വയ്യെങ്കിൽ വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നോ? അവർ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്റെ ചായ്പിലോട്ട് ആരാ വരുന്നത്? നീയും സീമന്തിനിയും അല്ലാതെ എനിക്ക് നിങ്ങളെയല്ല ഇന്ന് കാണേണ്ടത്. അവരെ 3 പേരെയുമാണ് കാണേണ്ടത്. നിന്റെ ഭർത്താവിനെയും ഏട്ടന്മാരെയും. ജാനകി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. എനിക്കവിടെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. എന്നെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകൂ. അവർ ഉണർന്നു വരട്ടെ. എനിക്ക് അവരോട് ചിലത് സംസാരിക്കാനുണ്ട്. അപ്പച്ചി ഗദ്ഗതത്തോടെയാണെങ്കിലും കനത്ത ശബ്ദത്തിലാണ് പറഞ്ഞത്. കമല അവരെ താങ്ങി പിടിച്ച് വീട്ടിനുള്ളിൽ കടന്നു. അധ്യായം 22. തീൻമേശയ്ക്കരികിലെ കസേരയിൽ അപ്പച്ചിയെ ഇരുത്തി മുണ്ഡനം ചെയ്ത തലയിലൂടെ ചുറ്റിയെടുത്ത പുടവത്തുമ്പുകൊണ്ട് നഗ്നമായി ചുമലുകൾ പുതച്ച് അവർ തികഞ്ഞ ഗൗരവത്തോടെ ഇരുന്നു. കമല ചോദിച്ചു, കാപ്പി കഴിച്ചോ അപ്പച്ചി? അവർ അതിനു മറുപടി പറഞ്ഞില്ല. അവർ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉറക്കം കഴിഞ്ഞ് എഴുന്നള്ളിയില്ലേ താഴോട്ട് കൃഷ്ണനും രാജ്ഞിയും? അവർ ദേഷ്യഭാവത്തിൽ ചോദിച്ചു. വലിയേട്ടത്തിയമ്മ രാവിലെ ചായയും കൊണ്ട് മുകളിൽ പോയി. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് പ്രാതൽ കഴിക്കാൻ ഇപ്പോൾ വരും, കമല പറഞ്ഞു. നിന്റെ ഭർത്താവ് ഉണർന്നില്ലേ? രാവിലെ തന്നെ കാപ്പി കുടിച്ച് എവിടെയോ പോയി. അവർ അമർത്തി മൂളി വീണ്ടും ചിന്തയിലാണ്ടു. കോണിപ്പടികൾ ഇറങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ കമല പറഞ്ഞു, വരുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയേട്ടത്തിയമ്മയും ഏട്ടത്തിയമ്മയും തീൻമുറിയിൽ കടന്നു. അപ്പച്ചിയെ കണ്ടെങ്കിലും ഒന്നും സംസാരിക്കാതെ ഏട്ടത്തിയമ്മ അടുക്കളയിലേക്ക് നടന്നു. അപ്പച്ചി എന്താ ഇന്നിങ്ങോട്ട്? വലിയേട്ടൻ കൈ കഴുകി വന്നിരിക്കുന്നതിനിടയിൽ ചോദിച്ചു. അപ്പച്ചി പറഞ്ഞു, ഇങ്ങോട്ട് വന്നാലല്ലേ നിന്നെയൊക്കെ കാണാൻ പറ്റൂ കൃഷ്ണ. അപ്പച്ചി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് തിരക്കാറില്ലല്ലോ നീയൊന്നും. വലിയേട്ടൻ ചിരിച്ചു. അയ്യോ, സമയം കിട്ടാഞ്ഞിട്ടല്ലേ അപ്പച്ചി, അല്ലാതെ അപ്പച്ചിയുടെ കാര്യം ഓർക്കാഞ്ഞിട്ടാണോ? ആരോടും സംസാരിച്ച് മുഷിയുന്ന പ്രകൃതക്കാരനല്ല വലിയേട്ടൻ. ചിരിച്ചുകൊണ്ട് ആളുകളെ കൊല്ലാൻ വശമുണ്ട് അദ്ദേഹത്തിന്. ഒരു കുറുക്കന്റെ കൗശലം എന്നും ആ കണ്ണുകളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് കമലയ്ക്ക് തോന്നി. അതെന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം അറിയാനാണ്. സീമന്തിനിയുടെ വിവാഹം നീ ഉറപ്പിച്ചെന്ന് കേട്ടു. ഉവ്, ഞാൻ അത് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. ആരാ കൃഷ്ണ വരൻ? അപ്പച്ചിയുടെ രാമദാസൻ. ഇക്കാര്യം പറഞ്ഞവർ അത് പറഞ്ഞില്ലേ അപ്പച്ചിയോട്? പറഞ്ഞു കുട്ടി, വിശ്വസിക്കാനായില്ല. അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ നിന്നോട്, ഈ നാട്ടിലും പരദേശത്തുമൊന്നും പയ്യന്മാരില്ലാഞ്ഞിട്ടാണോ നീ അവനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ നോക്കുന്നത്?
വലിയേട്ടന്റെയമ്മ ഒരു പ്രത്യേക ഭാവത്തോടെ പ്രാതൽ വിളമ്പിക്കൊണ്ട് വലിയേട്ടന്റെ അരികിൽ നിന്നു. വലിയേട്ടൻ ഭാര്യയോട് പറഞ്ഞു, നീ അപ്പച്ചിക്കും പ്രാതൽ വിളമ്പ്. എനിക്ക് യാതൊന്നും വിളമ്പണ്ട. ഞാൻ ചോദിച്ചതിന് സമാധാനം പറ കൃഷ്ണ നീ. അപ്പച്ചി, അവളുടെ ജാതകം ഒട്ടും നന്നല്ല. മറ്റൊരു ജാതകവുമായി ചേരുന്നുമില്ല. രാമദാസന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. പിന്നെ രാമദാസന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്നു. രാമദാസൻ കല്യാണം കഴിച്ചാൽ പിന്നെ അവൾക്ക് ചക്രവർത്തിനിയുടെ യോഗമായിരിക്കുമല്ലോ, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. രാമദാസൻ അപ്പച്ചിയുടെ മകനല്ലേ? അവന്റെ കല്യാണം നടന്നു കാണണമെന്ന് അപ്പച്ചിക്ക് ആഗ്രഹമില്ലേ? ഇല്ല, അങ്ങനെ എനിക്കൊരു ആഗ്രഹവുമില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ പാഴാക്കി ഒരു പാപം നേടാൻ എനിക്ക് ആഗ്രഹമില്ല. ഇതിൽ എന്തു പാപം? അപ്പച്ചിക്ക് വയ്യാതായി വരികയല്ലേ? ഇപ്പോൾ തന്നെ സ്വന്തം കാര്യം പോലും നോക്കാൻ വയ്യാണ്ടായി. രാമദാസന്റെ കാര്യം നോക്കാനും ഒരാൾ വേണ്ടേ? നാളെ അപ്പച്ചി കിടപ്പിലായാൽ ആരുണ്ട് ശുശ്രൂഷിക്കാൻ? വലിയേട്ടത്തിയമ്മയാണ് ചോദിച്ചത്. അപ്പച്ചി കോപം കൊണ്ട് വിറച്ചു. നീയൊന്നും വരണ്ട എന്റെ കാര്യം നോക്കാൻ. പണം കൊടുത്താൽ പുറം വേലയ്ക്ക് വരുന്ന ശൂദ്ര സ്ത്രീകളുണ്ട് നോക്കാൻ. സൗജന്യം ചെയ്യേണ്ട നിങ്ങൾ. എഴുതി തന്നില്ലേ ഞാൻ വാടക കിട്ടുന്ന എന്റെ കടകളും വീടുകളും തെങ്ങും മറ്റും? അതിൽ നിന്ന് കിട്ടുന്ന പണം ചെലവാക്കിയാൽ മതി. അല്ലാതെ എന്നെ നോക്കാനെന്നും പറഞ്ഞ് ആ പെണ്ണിന്റെ ജന്മം ആഹുതി ചെയ്യുകയല്ല വേണ്ടത്. ഏട്ടത്തിയമ്മയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവർ ചോദിച്ചു, അതിന് അപ്പച്ചി എന്നോടെന്തിനാ കലമ്പുന്നത്? ഞാനാണോ കല്യാണം നിശ്ചയിച്ചത്? ഒന്ന് ഞാൻ ചോദിക്കട്ടെ സീതേ, നിന്റെ മകളാണ് ഈ സ്ഥാനത്തെങ്കിൽ നീ ഇഷ്ടപ്പെടുമോ ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ? എനിക്ക് മകൾ ഉണ്ടാകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് മറുപടി പറയാം, വലിയേട്ടത്തിയമ്മ പറഞ്ഞു. വലിയേട്ടൻ യാതൊരു ഭാവമാറ്റവുമില്ലാതെ പറഞ്ഞു, വെറുതെ അതും ഇതും പറഞ്ഞ് നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കു കൂടരുത്. അപ്പച്ചി പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. കുറെ കഴിയുമ്പോൾ ഞാൻ ചെയ്തത് ശരിയാണെന്ന് തോന്നും. അടുത്ത മാസം 14-ാം തീയതി വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പച്ചിക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവരുടെ തല വിറച്ചു. വലിയേട്ടന്റെ നേർക്ക് വിരൽ ചൂണ്ടി അവർ പറഞ്ഞു, എന്റെ മകന്റെ കല്യാണം നടത്താൻ എന്റെ അനുവാദം വേണ്ടെന്നോ? രാമദാസൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, ഞാനാ പറയുന്നത്. വലിയേട്ടൻ ചിരിച്ചു. രാമദാസന് കല്യാണം കഴിക്കാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ അപ്പച്ചി. പ്രായപൂർത്തി എന്നേ ആയിരിക്കുന്നു. സീമന്തിനി പതിയെ അടുക്കളയിൽ നിന്ന് ഊണുമുറിയിലേക്കുള്ള വാതിക്കൽ വന്നു നിന്നു. ഭയവും സങ്കടവും അവളുടെ മുഖത്തെ രക്തച്ഛവി മായ്ച്ചു കളഞ്ഞിരുന്നു. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, വലിയേട്ടാ, എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. എനിക്ക് കല്യാണമേ വേണ്ട. ഞാൻ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ഇവിടെ അങ്ങ് കഴിഞ്ഞോളാം. വലിയേട്ടൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. പെണ്ണുങ്ങളുടെ അഭിപ്രായം അന്വേഷിച്ച് തേക്കുംകാട് മഠത്തിൽ ഇന്നുവരെ ഒരു കല്യാണം നടത്തിയിട്ടില്ല. നീ പോ അപ്പുറത്ത്. പാവം കുട്ടി, അപ്പച്ചി പറഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പറയാനുള്ളത് പറയാൻ ഇതാണ് സമയം എന്ന് കമലയ്ക്ക് തോന്നി. അവൾ പറഞ്ഞു, വലിയേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിലെ പുരോഹിതന്റെ അനിയന്റെ മകൻ രവീന്ദ്രന് സീമന്തിനിയെ ഇഷ്ടമാണ്. അയാൾക്ക് സ്ത്രീധനം വേണമെന്ന അത്യാഗ്രഹമൊന്നുമില്ല. വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ മാത്രം മതി. സ്ത്രീധനം ഒന്നും കൊടുത്തില്ലെങ്കിലും അയാൾ സന്തോഷത്തോടെ അവളെ വേൾക്കും. വലിയേട്ടന് ആ വിവാഹം ഒന്ന് നടത്തി കൊടുക്കണം. രാമദാസനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് അവളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. വലിയേട്ടൻ നെറ്റി ചുളിച്ചു. പിന്നെ പരിഹാസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, പുരോഹിതന്റെ അനിയന്റെ മകനോ? കൊള്ളാം, കണ്ടുപിടിച്ച ബന്ധം ഒന്നാം തരം. അഷ്ടിക്ക് വകയുണ്ടോ അവന്? നമ്മുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ അർഹതയുണ്ടോ അവന്? പക്ഷേ രാമദാസിനെ പോലെ മന്ദബുദ്ധിയല്ല. പണിയെടുത്ത് അവളെ സംരക്ഷിക്കും, കമല പറഞ്ഞു. വലിയേട്ടൻ എഴുന്നേറ്റ് കൈ കഴുകി. തോർത്തെടുത്ത് കൈയും മുഖവും തുടച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ആരും ഒരഭിപ്രായവും പറയണ്ട. അടുത്ത മാസം 14-ാം തീയതി കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിന് യാതൊരു മാറ്റവുമില്ല. അയാൾ ധൃതിയിൽ തീൻമുറിയിൽ നിന്ന് ഇറങ്ങി. പിന്നാലെ വലിയേട്ടത്തിയമ്മയും പോയി. അദൃഷ്ടം അദൃഷ്ടം, അപ്പച്ചി പതിയെ നടന്നു വരുന്നത് കണ്ടു. തീൻമുറിയിൽ അപ്പച്ചി സ്വന്തം നെറ്റിയിൽ അടിച്ചിട്ട് പറഞ്ഞു. പടിഞ്ഞാറേ മുറ്റത്തുകൂടെ ചെറിയമ്മ പതിയെ നടന്നു വരുന്നത് കണ്ടു. തീൻമുറിയിൽ അപ്പച്ചി ഇരിക്കുന്നത് കണ്ട് അവർ സാവധാനം നടന്ന് അവരുടെ അടുത്ത് വന്നു നിന്നു. അവരുടെ മുടി പാറിപ്പറന്ന് കിടക്കുകയാണ്. ഇന്നലെ ഈ വിവരം അറിയിച്ചതിന് ശേഷം അവർ ജലപാനം ചെയ്തിട്ടില്ല. കരഞ്ഞ കണ്ണുകളും മൂക്കിന്റെ തുമ്പും ചുവന്നിരിക്കുന്നു. അവർ അപ്പച്ചിയുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, ചേച്ചി അറിഞ്ഞോ വിവരങ്ങൾ? എല്ലാം കേട്ടു.
എനിക്ക് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു. നമ്മളൊക്കെ പറയുന്നത് ഗൗനിക്കാൻ ആരുണ്ട്? അപ്പച്ചി ചോദിച്ചു. ചെറിയമ്മ കണ്ണുകൾ തുടച്ച് വാശിയോടെ പറഞ്ഞു, എന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ എഴുതി ഒപ്പിച്ചു കൊടുക്കാത്തതിന്റെ പകയാ ചേച്ചി. ഇവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തവരോട് സ്നേഹം വഴിഞ്ഞൊഴുകുകയല്ലേ ഇവർക്ക്. തേക്കങ്കാട് മഠത്തിലെ ആണുങ്ങൾക്ക് പാരമ്പര്യമായി അഹങ്കാരവും ദുർവാശിയും കിട്ടാറുണ്ട്. ഇവരുടെ അച്ഛനും ഉണ്ടായിരുന്നു ഇത്തരം സ്വഭാവം. ചെറിയമ്മ വാശിയും ഗൗരവവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു, എന്റെ സ്വത്ത് മുഴുവൻ അനാഥാലയത്തിന് എഴുതി കൊടുത്ത് ഞാനും എന്റെ മകളും വിഷം കഴിച്ച് ചാകും. എങ്കിലും അത് ഞാൻ ഇവർക്ക് കൊടുക്കില്ല, തീർച്ച. അവരുടെ ശബ്ദം ഒരു വലിയ ഭാവമാറ്റത്തിന്റെ തുടക്കമായിരുന്നു. അവർ പല്ലുകൾ ഞെരിച്ചു. അവരുടെ കണ്ണുകൾ വിടർന്നു. അവർ കമലയെ കണ്ടപ്പോൾ പെട്ടെന്ന് ചിരിച്ചു. പിന്നെ തളത്തിലേക്ക് ഓടി. അവർ കോണിപ്പടികളുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു, എടി സീതേ, ഇങ്ങോട്ടിറങ്ങി വാടി. നിന്റെ ഭർത്താവിനെയും വിളിച്ചോണ്ട് വാ. എന്റെ സ്വത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഇങ്ങിറങ്ങി വാ, ഇങ്ങിറങ്ങി വാടി മൂദേവി. സീമന്തിനി വാവിട്ട് നിലവിളിച്ചു. ദൈവമേ, അമ്മയ്ക്ക് പഴയ അസുഖം തുടങ്ങി. അപ്പച്ചി പറഞ്ഞു, അവൾ എന്തെങ്കിലും ബഹളം കാണിക്കുന്നതിന് മുമ്പ് അവളെ ചാവടിയിലേക്ക് വിളിച്ചുകൊണ്ടുപോ. എന്തിനാ ബഹളം വെക്കുന്നത്? വലിയേട്ടൻ മുകളിൽ നിന്നുകൊണ്ട് ഗർജിച്ചു. ചെറിയമ്മ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ സ്വത്ത് വേണ്ടേ നിനക്ക്? വാ, ഇറങ്ങി വാ. ചെറിയമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ കമലയ്ക്ക് ഭയം തോന്നി. വലിയേട്ടത്തിയമ്മ മുകളിൽ നിന്നുകൊണ്ട് ജാനകിയെ വിളിച്ചു. ജാനകി, അവരെ പിടിച്ച് ചാവടിയിലിട്ട് പൂട്ട്. ജാനകി ഭയന്ന് ചെറിയമ്മയുടെ അടുത്ത് ചെന്നു. എന്നെ തൊട്ടു പോകരുത്, പറഞ്ഞേക്കാം. ജാനകി ഭയന്ന് പിന്മാറി. കമല താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ചെറിയമ്മയോട് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ? വരൂ, നമുക്ക് ചാവടിയിലോട്ട് പോകാം. അവർ കമലയെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നോട് എനിക്ക് സ്നേഹമാ. പക്ഷെ ഇപ്പൊ നീ എന്നോട് ഒന്നും പറയരുത്, പറഞ്ഞേക്കാം. മേളിൽ 2 ചക്രവർത്തിനികളില്ലേ, അവരെ എനിക്കൊന്ന് കാണണം. സീമന്തിനി അടുത്തു വന്ന് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, എന്റെ അമ്മയല്ലേ, ബഹളം വയ്ക്കാതെ നമുക്ക് ചാവടിയിലേക്ക് പോകാം, വരൂ. സീമന്തിനിയും കമലയും ജാനകിയും ചേർന്ന് അവരെ ബലമായി പിടിച്ച് ചാവടിയിൽ കൊണ്ടുപോയി. എവിടെ അവർ? എനിക്കവരെ കാണണം. അവരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവർ ഉറക്കി ഉറക്കി അത് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തെല്ലാം പറഞ്ഞിട്ടും നെറ്റിയിൽ ആഞ്ഞടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാർ മുറ്റത്ത് വന്നു നിന്നു. കമല ചാവടി വാതിൽ തുറന്നു നോക്കി. വലിയേട്ടനും സേതുവേട്ടനും ഒരു ഡോക്ടറും അതിൽ നിന്നിറങ്ങി വന്നു. ഡോക്ടർ കുത്തിവെക്കാനുള്ള മരുന്ന് സിറിഞ്ചിലെടുത്തു. ചെറിയമ്മ ബഹളം കൂട്ടി, കുത്തിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല, കടക്കു പുറത്ത്. സേതുവേട്ടനും ജാനകിയും അവരെ ബലമായി പിടിച്ചു. മരുന്ന് കുത്തിവെച്ചതിനു ശേഷം അവർ 3 പേരും ഇറങ്ങിപ്പോയി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചെറിയമ്മ മയങ്ങി വീണു. സീമന്തിനി കമലയുടെ ചുമലിലേക്ക് ചാഞ്ഞ് ഏങ്ങിക്കരഞ്ഞു. അധ്യായം 23. ദിവസങ്ങളോളം ചെറിയമ്മയുടെ മയക്കം പൂർണ്ണമായും തെളിയാൻ അവർ അനുവദിച്ചില്ല. എന്നും വൈകുന്നേരം ഏട്ടന്മാർ ഡോക്ടറെയും കൊണ്ടുവരികയും ചെറിയമ്മയുടെ ശരീരത്തിൽ മയങ്ങാനുള്ള മരുന്ന് കടത്തിവിടുകയും ചെയ്തു. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴെല്ലാം അവർ കുഴഞ്ഞ സ്വരത്തിൽ കമലയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കമല എത്തുമ്പോഴേക്കും അവർ വീണ്ടും മയക്കത്തിലാണ്ട് പോവുകയും ചെയ്തു. ഉച്ചയ്ക്കുള്ള അവർക്കുള്ള ആഹാരവുമായി കമല ചാവടിയിലേക്ക് പോയി. അവൾ അവരുടെ അരികിലായിരുന്നു. അവൾ മെല്ലെ അവരെ തലോടിക്കൊണ്ട് വിളിച്ചു. അവർ പതിഞ്ഞ ഞരക്കത്തോടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. സീമന്തിരി ഈറൻ തുണി കൊണ്ട് അവരുടെ മുഖം തുടച്ചു. അല്പം എന്തെങ്കിലും കഴിക്കൂ ചെറിയമ്മേ, കമല പറഞ്ഞു. ചെറിയമ്മ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അവൾ വായിൽ ഒഴിച്ചു കൊടുത്ത കഞ്ഞി കുടിച്ചു. അവരുടെ നിസ്സഹായാവസ്ഥ കണ്ട് കമലയുടെ ഹൃദയത്തിൽ ദുഃഖം വാർന്നൊഴുകി. അവരുടെ വഴങ്ങാത്ത നാവിൽ നിന്നും കുഴഞ്ഞ ശബ്ദം പുറത്തു വന്നു. എന്തിനാ കുട്ടിയെ അവരെന്നെ ഇങ്ങനെ കുത്തിവെക്കുന്നത്? ഇന്ന് കുത്തിവെക്കേണ്ടെന്ന് നീ പറയണം. ഞാൻ വെറുതെ ഇവിടെ കിടന്നോളാമെന്ന് പറയണം. കമല തല കുലുക്കി. ചെറിയമ്മ കൺകോടുകളിൽ നിന്നുണ്ടായ ജലധാര തലയണ നനച്ചുകൊണ്ടിരുന്നു. അവർ കമലയോട് പറഞ്ഞു, കമലേ, ഒരു കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ. എന്നെ ഇങ്ങനെ ബോധം കെടുത്തിയിട്ടാൽ ഞാൻ ഒന്നും അറിയില്ല. പക്ഷെ നീ ഈ വിവാഹം നടത്താൻ സമ്മതിക്കരുത്. സദാനന്ദനോട് പറഞ്ഞ് ഇതങ്ങ് മുടക്കണം. കമല നിറമിഴികളോടെ അവരുടെ മുഖത്ത് നോക്കിയിരുന്നതേയുള്ളൂ. അവർ തളർച്ചയോടെ ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ അത് ഏറ്റെന്ന് പറ കുട്ടി, എങ്കിലേ എന്റെ മനസ്സിന് ഒരാശ്വാസം കിട്ടുകയുള്ളൂ. ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയമ്മേ. ഏതാനും നിമിഷം കഴിഞ്ഞ് അവർ വീണ്ടും മയക്കത്തിലാണ്ടു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഭർത്താവ് വന്നപ്പോൾ കമല പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ലെന്നറിയാം, എങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങുകയാണ് ഞാൻ. അയാൾ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു,
നിന്നെ സംബന്ധിച്ച് ഏത് കാര്യമാണ് ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച കാര്യമല്ല. അതെയോ? എങ്കിൽ പിന്നെ കാര്യം കേട്ടതിന് ശേഷമേ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. വേറൊന്നുമില്ല. ആ ചെറിയമ്മയെ ആവശ്യമില്ലാതെ ഇനി കുത്തിവെപ്പിക്കരുത്. പാവം, കണ്ണ് നന്നായി തുറന്നിട്ട് എത്ര ദിവസമായെന്നോ. നിത്യവും ഇങ്ങനെ മരുന്ന് കുത്തിവെച്ചാൽ അവർ ചാവുകയേ ഉള്ളൂ. ലക്ഷ്യം അതാണെങ്കിൽ അത് നടക്കട്ടെ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, വലിയേട്ടനോട് ദൈവത്തെ ഓർത്തൊന്ന് പറയൂ, ഇനി ഈ കുത്തിവെപ്പിക്കൽ നിർത്താൻ. വലിയേട്ടനെയും ഏട്ടത്തിയമ്മയും ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അന്ന് അല്പം ബഹളം കാട്ടിയെന്ന് കരുതി ഇനി ചെറിയമ്മ ഒന്നും ചെയ്യില്ല. ചിലപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്ന് വരും. അതൊക്കെ സ്ഥായിയായ ഭ്രാന്താണെന്ന് വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയാം വലിയേട്ടനോട്. ഉടനെ തന്നെ അത് പറഞ്ഞില്ലെങ്കിൽ വൈകുന്നേരം ഡോക്ടറെയും കൊണ്ട് വരും വലിയേട്ടൻ. ഞാൻ പറയാം. കമലയുടെ ചൂടുപിടിച്ച മനസ്സിൽ എങ്ങു നിന്നോ തണുപ്പിന്റെ ഒരു നുറുങ്ങു പാറി വീണ പോലെ. ഇന്ന് ആദ്യമായിട്ടാണ് ചെറിയമ്മയെ സംബന്ധിച്ച ഒരു കാര്യം ചെയ്യാമെന്ന് അദ്ദേഹം ഏറ്റത്. വൈകുന്നേരം വലിയേട്ടൻ ഡോക്ടറെ കൊണ്ടുവന്നില്ല. ഭർത്താവ് അക്കാര്യം ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അവൾ ഊഹിച്ചു. വിവാഹത്തിനുള്ള ഓരോ ഒരുക്കങ്ങൾ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. തേക്കുംകാട് മഠത്തിലെ ഈ തലമുറയിലെ അവസാനത്തെ കല്യാണമാണ്. അത് ഗംഭീരമായി നടത്താൻ 3 പേരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. കമല ഭർത്താവിനോട് പല പ്രാവശ്യം കീണപേക്ഷിച്ചിട്ടും വിവാഹം നടത്താതിരിക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താൻ അയാൾ സന്നദ്ധനായില്ല. കമലയുടെ മനസ്സ് തപിച്ചുകൊണ്ടിരുന്നു. ശ്രമിക്കാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു. പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സീമന്തിനിയുടെ മുഖത്ത് ഭയത്തിന്റെ കറുത്ത നിഴൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് കാണാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടിയെ ഈ ദൗർഭാഗ്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ആഗ്രഹം കടുത്ത വാശിയായി കമലയുടെ മനസ്സിൽ പടർന്നു തുടങ്ങി. കമല കലണ്ടറിൽ നോക്കി. നാളെ കഴിഞ്ഞ പൗർണമിയാണ്. ഒരു വേള സീമന്തിനിയെ ഒന്ന് കാണാൻ വേണ്ടിയെങ്കിലും രവീന്ദ്രൻ ക്ഷേത്രത്തിൽ വരാതിരിക്കില്ല. രവീന്ദ്രനെ കണ്ട് ഒന്ന് സംസാരിക്കണമെന്ന് അവൾ ചിന്തിച്ചുറച്ചു. ചെറിയമ്മ ഗാഠനിദ്രയിലാണ്. മരുന്നിന്റെ ഊറ്റം കൊണ്ടാവാം അവരുടെ ചുണ്ടുകൾ വിളറി വരണ്ടിരിക്കുന്നു. തലമുടി വീണ്ടും ജട പിടിച്ചു കഴിഞ്ഞു. ഞെട്ടിൽ നിന്നും ചീന്തിയെടുത്ത് ചവിട്ടി വികലമാക്കിയ ഭംഗിയുള്ള പുഷ്പം പോലെയാണ് ചെറിയമ്മയെന്ന് കമലയ്ക്ക് തോന്നി. അവളുടെ മനസ്സ് ആർദ്രമാവാൻ തുടങ്ങി. അമ്മയുടെ അടുത്ത് നിശബ്ദയായി കുനിഞ്ഞിരിക്കുന്ന സീമന്തിനിയെ അവൾ കൈകാട്ടി വിളിച്ചു. അവൾ എഴുന്നേറ്റ് അടുത്തു വന്നപ്പോൾ കമല പറഞ്ഞു, വരൂ, നമുക്ക് പടിഞ്ഞാറേ വളപ്പിലോട്ടൊന്ന് പോകാം. അവർ പടിഞ്ഞാറേ വളപ്പിലെ കൊച്ചു കാട്ടിലേക്ക് നടന്നു. ഞാവൽ മരച്ചോട്ടിലെത്തിയപ്പോൾ കമല അടക്കിയ ശബ്ദത്തിൽ ചോദിച്ചു, കുട്ടി, വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ വളരെ കൃത്യമായി തന്നെ നടക്കുകയാണ്. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു നോക്കി. ആരും ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്ന ലക്ഷണമില്ല. പറഞ്ഞു തീരുന്നതിനു മുമ്പ് സീമന്തിനി ഏങ്ങിക്കരയാൻ തുടങ്ങി. നിന്നോട് ഒരു കാര്യം ആലോചിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. നിനക്ക് ഇവിടുന്ന് മോചനം കിട്ടണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. മറ്റന്നാൾ പൗർണമിയല്ലേ? ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോകും. രവീന്ദ്രൻ അവിടെ വരാതിരിക്കില്ല. ഇല്ലെങ്കിൽ വീട്ടിലെങ്കിലും കാണുമല്ലോ. എങ്ങനെയായാലും ഞാൻ അയാളെ കണ്ട് സംസാരിക്കാൻ പോവുകയാണ്. അയാൾ നിന്നെ വേൽക്കാൻ തയ്യാറാണെങ്കിൽ നീ ഇറങ്ങിപ്പോകാൻ തയ്യാറാണോ? സീമന്തിനി അത്ഭുതത്തോടെ കമലയുടെ മുഖത്ത് നോക്കി. ഏട്ടന്മാർ ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലില്ലേ? അത് പിന്നീടുള്ള കാര്യമല്ലേ. നീ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ തയ്യാറാണ്. കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ അതെല്ലാം സന്തോഷത്തോടെ സഹിക്കാം, നിന്നെ രക്ഷിക്കാൻ. അതല്ലാതെ മറ്റു മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അമ്മയ്ക്ക് ഒന്നുകൂടി ആദ്യമാവുമല്ലോ എന്ന ഭയമേ ഉള്ളൂ എനിക്ക്, അവൾ പറഞ്ഞു. എന്തു ചെയ്യാം? മനസമാധാനമില്ലായ്മ ചെറിയമ്മയുടെ ഈ ജന്മത്തെ വിധിയാണ്. നിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കാനുള്ളത്. കമല തുടർന്നു. ഒരു കാര്യം കൂടി പറയാം. ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും നിനക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. രവീന്ദ്രന്റെ കൂടെയുള്ള ജീവിതത്തിന് വേണ്ടി മറ്റാഗ്രഹങ്ങളെല്ലാം ഹോമിക്കേണ്ടി വരും. ഒക്കെ എനിക്കറിയാം ഏട്ടത്തിയമ്മേ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. കമല പറഞ്ഞു, നിന്നോട് ഇക്കാര്യം ആദ്യം ചോദിച്ചെന്നേയുള്ളൂ. ഇനി രവീന്ദ്രനോട് സംസാരിക്കണം. അയാൾ എന്തു പറയുമെന്നറിയില്ല. രവീന്ദ്രൻ എന്നെ ഉപേക്ഷിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അവളുടെ വാക്കുകളിൽ പ്രത്യാശ നിറഞ്ഞു വന്നു. തുളസിത്തറയിൽ ദീപം കൊളുത്തി കമല തളത്തിൽ ചെന്നിരുന്നപ്പോൾ വലിയേട്ടത്തിയമ്മ പൂജ കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടു. അവർ തന്നോട് സംസാരിച്ചിട്ട് നാളുകൾ എത്രയായെന്ന് കമല സങ്കടത്തോടെ ഓർത്തു. ഒരേ വീട്ടിൽ കഴിയുന്നവർ ബദ്ധശത്രുക്കളെ പോലെ കഴിയുക, എന്തൊരു സംസ്കാരമില്ലായ്മ!
കമല അവരുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഗർവിന്റെ പ്രതിഫലനം അവരുടെ മുഖത്ത് വ്യക്തമായി കിടപ്പുണ്ട്, മുദ്രണം ചെയ്തതുപോലെ. പെട്ടെന്ന് കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ കമല അവരെ നോക്കി പുഞ്ചിരിച്ചു. അവരും പുഞ്ചിരിച്ചെന്ന് വരുത്തി ഗോവണി പടികൾ കയറാൻ തുടങ്ങി. ഏതാനും പടികൾ കയറിക്കഴിഞ്ഞ് എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. പിന്നെ തറയിൽ എവിടെയോ ദൃഷ്ടികൾ ഊന്നി പറഞ്ഞു. അടുത്ത ബുധനാഴ്ച സീമന്തിനിക്ക് വേണ്ടി മുഹൂർത്ത ചേലയും പാശിമാലയും മറ്റും വാങ്ങാൻ മംഗലാപുരത്ത് പോകുന്നുണ്ട്. സദാനന്ദനോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ കമലയും വരൂ. മംഗല്യസൂത്രത്തിന് പൊന്നൊരുക്കാൻ അന്ന് നല്ല മുഹൂർത്തമുണ്ടെന്ന് പറഞ്ഞു. ജോളി വാങ്ങുന്ന ജോലിയും അന്ന് തന്നെ തീർക്കാമല്ലോ. വല്ലാത്ത ഒരു ഭീതി കമലയുടെ ഹൃദയത്തെ കോറി മുറിച്ചുകൊണ്ടിരുന്നു. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തന്റെ തീരുമാനം ഇവരറിഞ്ഞാൽ ഒരു അവസാന ശ്രമം കൂടി നടത്തി നോക്കാമെന്ന് കമലയ്ക്ക് തോന്നി. ഏട്ടത്തിയമ്മേ, ഈ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഒന്നുകൂടി ആലോചിക്കരുതോ? രാമദാസനുമൊത്ത് അവൾക്കൊരു കുടുംബ ജീവിതം പറ്റുമോ? അവർ ഒഴിഞ്ഞുമാറി. അതൊക്കെ വലിയേട്ടന്റെ നിശ്ചയമല്ലേ? കമല പറഞ്ഞു. ആ രവീന്ദ്രന്റെ കാര്യം ഒന്ന് ആലോചിച്ചുകൂടെ? ഏത് രവീന്ദ്രൻ? ഓ, BA കാരൻ, പുരോഹിതൻ പയ്യനല്ലേ? പയ്യൻ നല്ല പയ്യനാ, ഇപ്പോൾ സാധുവാണ്. പക്ഷെ കുറെ കഴിയുമ്പോൾ കേസ് പറഞ്ഞ് തേക്കുംകാട് മടവും കൊണ്ടങ്ങ് പോകും. അത് വല്ലതും ചിന്തിച്ചിട്ടാണോ കമല പറയുന്നത്? മാത്രമല്ല, രണ്ടാനമ്മയുടെ മകളായതുകൊണ്ട് ഒരു ദരിദ്ര ബ്രാഹ്മണനെ കൊണ്ട് കെട്ടിച്ചെന്ന് പേരുദോഷവും നമുക്കുണ്ടാകും. രാമദാസനെ കൊണ്ട് കെട്ടിക്കുന്നത് പേരുദോഷമല്ലേ ഏട്ടത്തിയമ്മേ? രാമദാസൻ മന്ദബുദ്ധിയാണെന്ന് ആർക്കാ അറിയാൻ വയ്യാത്തത്? അവൻ അവളുടെ മുറച്ചെറുക്കനാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അതുകൊണ്ട് നടത്തുകയാണെന്നേ കരുതൂ. അവളെ കെട്ടിക്കാതിരിക്കുന്നതാണ് ഇതിലും നല്ലത്. ജാതകം നല്ലതല്ലാത്തത് കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോരെ? കെട്ടിക്കാതെ നിർത്തിയാൽ വിവാഹാലോചനക്കാരെ കൊണ്ട് ശല്യമാണ്. മനഃപൂർവ്വം കെട്ടിക്കാതെ നിർത്തിയിരിക്കുകയാണെന്ന് ആൾക്കാർ പറയുകയും ചെയ്യും. ഇവരോട് സംസാരിച്ച് ജയിക്കാൻ തനിക്കൊരിക്കലും പറ്റില്ലെന്ന് കമല ഓർത്തു. എന്തൊരു ദുഷ്ടബുദ്ധി! വീണ്ടും ഒരു പൗർണമി നാൾ. നെഞ്ചിടിപ്പോടെയാണ് കമല ഉണർന്നത്. വല്ലാത്ത സാഹസത്തിനാണോ താൻ ഒരുങ്ങുന്നത്? ഭർതൃഗ്രഹത്തിനോട് കാണിക്കുന്ന ഒരു തെറ്റായിരിക്കുമോ തന്റെ പ്രവൃത്തി? പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന ക്രൂരത നിറഞ്ഞ തെറ്റിന് കൂട്ടുനിൽക്കുന്നതല്ലേ ഇതിലും വലിയ തെറ്റ്? വല്ലാത്ത അസ്വസ്ഥ ചിന്തകൾ അവളുടെ മനസ്സിനെ ആകുലമാക്കിക്കൊണ്ടിരുന്നു. എങ്കിലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അവൾ കൂട്ടാക്കിയില്ല. അപ്പച്ചിയെ കുളിപ്പിക്കാൻ ചായ്പിൽ പോയ സീമന്തിനി ഉടനെ തിരിച്ച് അടുക്കളയിൽ വന്നു. കമല അമ്പലത്തിൽ പോകാൻ കുളിച്ചൊരുങ്ങി കഴിഞ്ഞിരുന്നു. അവൾ കമലയോട് പറഞ്ഞു, ഏട്ടത്തിയമ്മേ, അപ്പച്ചി എഴുന്നേൽക്കുന്നില്ല. പൗർണമി വ്രതം ഇനി വേണ്ടെന്ന് വെച്ചു അത്രേ. സാരമില്ല, ഞാൻ ക്ഷേത്രത്തിൽ പോയി വരട്ടെ. അവൾ പൂക്കുടയെടുത്ത് സീമന്തിനിയോട് യാത്ര പറഞ്ഞു. സീമന്തിനി പതിഞ്ഞ ശബ്ദത്തിൽ മന്ത്രിച്ചു, ഞാൻ ഏത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണെന്നും എന്നെ ഇവിടെ നിന്നും മോചിപ്പിക്കണമെന്നും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് പോലെ രവീന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണെന്ന് പറയാം. നീ ചെറിയമ്മയുടെ അടുത്ത് ചെന്നിരിക്കൂ. കമല വീട്ടിൽ നിന്നിറങ്ങി. ആകാശത്തിൽ മഴമേഘങ്ങൾ നീങ്ങുന്നു. മഴ പെയ്യുമോ ആവോ? അവൾ ആഞ്ഞു നടന്നു. മനസ്സ് കനം വെച്ചിരിക്കുകയാണ്. താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ശരിയോ തെറ്റോ എന്ന് തനിക്കിനിയും അറിയില്ല. എങ്കിലും താനത് ചെയ്യാൻ പോവുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജന്മം പാഴാകാതിരിക്കാൻ വേണ്ടി. അർച്ചന കഴിച്ചതിന് ശേഷം പ്രദക്ഷിണ വഴിയിലൂടെ നടന്നു. ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ രവീന്ദ്രൻ കാണുമോ? ഇല്ലെങ്കിൽ പുരോഹിതന്റെ വീട് വരെ ചെന്ന് അന്വേഷിക്കണം. ഹനുമാന്റെ ഉപക്ഷേത്രത്തിന് മുന്നിലുള്ള കൊച്ചു മണ്ഡപത്തിലേക്ക് അവളുടെ ദൃഷ്ടികൾ നീണ്ടു ചെന്നു. അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു, രവീന്ദ്രൻ അവിടെയുണ്ട്. തൂണിൽ ഒരു കൈ ഊന്നി മറ്റേ കൈയിൽ പുസ്തകം പിടിച്ച് വായിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രദക്ഷിണ വഴിയിൽ മറ്റാരുമില്ല. അവളുടെ ചുവടുവയ്പ്പിന് വേഗത വർദ്ധിച്ചു. അധ്യായം 24. രവീന്ദ്രന്റെ ശ്രദ്ധ മുഴുവൻ പുസ്തകത്തിലാണ്. കമല മുന്നിൽ ചെന്ന് നിന്ന് വിളിച്ചപ്പോഴാണ് അയാൾ പുസ്തകത്തിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുത്തത്. കമലയേട്ടത്തി അമ്മയോ? വരുന്നത് ഞാൻ കണ്ടില്ല. വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ ശല്യപ്പെടുത്തിയല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നാളത്തെ പരീക്ഷയ്ക്കുള്ളത് ഒന്ന് നോക്കുകയായിരുന്നു. തീർന്നില്ലേ പരീക്ഷ? നാളെ കൂടിയേ ഉള്ളൂ. കഴിഞ്ഞതെല്ലാം എങ്ങനെ എഴുതി? തരക്കേടില്ലെന്ന് പറയാം. കമല ചുറ്റും നോക്കി. ആരുമില്ല. ഇനി പറയാനുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുക തന്നെ. ഞാൻ രവീന്ദ്രനെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാണ്. സീമന്തിനിയുടെ വിവാഹം വല്ലതും ഉറപ്പിച്ചു കാണും. ക്ഷണിക്കാൻ അവൾ പറഞ്ഞയച്ചതാവും. അയാൾ ചുണ്ടുകളിൽ പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കമല പറഞ്ഞു, ഉവ്, വിവാഹം ഉറപ്പിച്ചു. അവളുടെ ഏട്ടന്മാർ. വരൻ ആരെന്നറിയുമോ? ഏതെങ്കിലും കോടീശ്വരനായിരിക്കാനല്ലേ വഴി? അല്ല, രാമദാസൻ, അവളുടെ മുറച്ചെറുക്കൻ. ആ ബുദ്ധിയില്ലാത്ത പയ്യനോ? ഉവ്, അവളുടെ ഏട്ടന്മാരുടെ തീരുമാനമാണ്.
കാരണം കൂടി ഞാൻ തുറന്നു പറയാം. ചെറിയമ്മയുടെ പേരിൽ ധാരാളം സ്വത്തുണ്ട്. അതിന്റെ എല്ലാ അവകാശി അവളായിരിക്കും. സ്വത്ത് വെളിയിൽ പോകാതിരിക്കാൻ കണ്ട മാർഗമാണ്. അവളുടെ കണ്ണുകൾ തോർന്നിട്ട് ദിവസങ്ങളേറെയായി. അയാൾ ഒരു യക്ഷിക്കഥ കേൾക്കുന്ന അത്ഭുതത്തോടെ അവളുടെ മുഖത്ത് നോക്കി നിന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞു തീർക്കട്ടെ. കല്യാണം മുടക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു. ഫലിച്ചില്ല. പാവം കുട്ടി, പാവമാണവൾ, വെറും പാവം. രവീന്ദ്രൻ അവളെ രക്ഷിക്കണം. എങ്ങനെ ഏട്ടത്തിയമ്മേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവൾ എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറെന്ന അവളെ അവിടെ നിന്നും മോചിപ്പിക്കണമെന്നും രവീന്ദ്രനോട് പ്രാർത്ഥിക്കുന്നതായി പറയാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് അവൾ എന്നോട് പറഞ്ഞത്. ഞാൻ എന്തു വേണമെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ദരിദ്രനാണല്ലോ ഏട്ടത്തിയമ്മേ. അവളെയും കൊണ്ട് സ്ഥലം വിടാമെന്ന് വിചാരിച്ചാൽ ഒരു ജോലി കിട്ടുന്നത് വരെ ഒരു ജോലി ഞാൻ എങ്ങനെയും സമ്പാദിക്കും. അതുവരെ കഴിയാനുള്ള പണം പോലും എന്റെ കൈവശമില്ല. അതിനൊക്കെ വഴിയുണ്ടാക്കാം. രവീന്ദ്രൻ അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തയ്യാറാണോ? സംശയമുണ്ടോ അതിൽ? എന്താണ് വേണ്ടതെന്ന് ഏട്ടത്തിയമ്മ പറഞ്ഞാൽ മാത്രം മതി. അടുത്ത മാസം 14-ാം തീയതിയാണ് വിവാഹം നടത്താൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു ദിവസം രവീന്ദ്രൻ അവളെ ഏറ്റെടുക്കണം. നമ്മൾ 3 പേർ മാത്രം അറിഞ്ഞാൽ മതി. ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യണം. രവീന്ദ്രന്റെ മുഖത്തെ വികാരം അവൾ കൗതുകത്തോടെ വായിച്ചറിഞ്ഞു. അത്ഭുതവും അതിലേറെ സന്തോഷവും. സ്വന്തമാക്കാൻ കൊതിച്ചിരുന്ന നിധി കയ്യിലെത്താൻ പോകുന്നെന്ന് പൊടുന്നനെ അറിഞ്ഞപ്പോഴുണ്ടായ ചെറിയ ഞെട്ടലിന്റെ വിളർച്ചയും ഒരു നിയോഗം ഏറ്റെടുക്കാൻ പോകുന്നതിന്റെ ഗൗരവവും, അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങളുടെ സമ്മിശ്രഭാവം. കമല പറഞ്ഞു, 14-ാം തീയതിക്ക് മുൻപുള്ള ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവിലെ ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരും. അന്ന് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. അയാൾ മനസ്സ് തെളിഞ്ഞ് ചിരിച്ചുകൊണ്ട് കമലയോട് പറഞ്ഞു. ധൈര്യമായിരിക്കാൻ അവളോട് പറയണം. പ്രാർത്ഥന അടിയൻ കേട്ടിരിക്കുന്നു എന്ന് പറയണം. അവൾ ചിരിച്ചു. രവീന്ദ്രന്റെ മറുപടി എന്തായിരിക്കുമെന്നായിരുന്നു എന്റെ ഭയം. എനിക്ക് ആലോചിക്കാൻ എന്തിരിക്കുന്നു ഏട്ടത്തിയമ്മേ? ആരെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. വിഷമിക്കാൻ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ഇല്ല. ആകെയുള്ളത് ഈ വലിയച്ഛൻ. ഒരു കടമ നിർവഹിക്കാനായി എന്നെ സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഇറങ്ങിപ്പോയാലും വലിയച്ഛന് വിഷമമൊന്നും കാണില്ല. അങ്ങനെ വിഷമിക്കുന്ന കൂട്ടത്തിലല്ല അദ്ദേഹം. ഞാൻ പോകുന്നു. അവൾ നടന്നു. പിന്നിൽ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെ മണി തുടർച്ചയായി മുഴങ്ങുന്നത് കേട്ടു. തിരിഞ്ഞു നോക്കി. ഹനുമാന്റെ മുന്നിൽ രവീന്ദ്രന്റെ സന്തോഷ പ്രകടനം. അയാളുടെ മുഖത്ത് അലയടിക്കുന്ന സന്തോഷത്തിന്റെ ഓളങ്ങൾ കമലയുടെ മനസ്സിലേക്കും ഒഴുകിയെത്തുന്നതായി അവൾക്ക് തോന്നി. സീമന്തിനി കമലയേട്ടത്തിയമ്മയെ പ്രതീക്ഷിച്ച് ചാവടി വരാന്തയിലിരുന്നു. രവീന്ദ്രൻ ക്ഷേത്രത്തിൽ ഉണ്ടാവണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. കമല ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റ് അകത്ത് നോക്കി. അമ്മ നല്ല മയക്കത്തിലാണിപ്പോഴും. ഉടനെയൊന്നും ഉണരുന്ന ലക്ഷണമില്ല. അവൾ ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. മുറിയിൽ ചെന്ന് വേഷം മാറ്റി പൂക്കുടയുമായി കമല അടുക്കളയിലേക്ക് എത്തിയപ്പോൾ അവിടെ വലിയേട്ടത്തിയമ്മയും ജയേട്ടത്തിയമ്മയും ഉണ്ടായിരുന്നു. ഭർത്താക്കന്മാർക്ക് പ്രാതൽ വിളമ്പാൻ വന്നിരിക്കുകയാണ്. സീമന്തിനി കമലയുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. കമലേട്ടത്തി അമ്മയിൽ നിന്നും അറിയാൻ പോകുന്ന വാർത്ത എന്തായിരിക്കുമെന്നുള്ള ചിന്ത അവളുടെ മുഖത്ത് സംഭ്രമത്തിന്റെ നിഴൽ വീഴ്ത്തിയിരിക്കുന്നത് കമല കണ്ടു. പൂക്കുട അവളുടെ കയ്യിൽ ഏൽപ്പിച്ച് കമല പറഞ്ഞു, ചായ്പിലേക്ക് നടന്നോളൂ, ഞാൻ പിന്നാലെ വരാം. അപ്പച്ചിക്ക് സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? വലിയേട്ടത്തി അമ്മ അന്വേഷിച്ചു. എന്തു പറ്റി അപ്പച്ചിക്ക്? വിശേഷിച്ചൊന്നുമില്ല, ഇന്ന് കുളിച്ചില്ല, വയ്യെന്ന് പറഞ്ഞെന്ന് കമല പറഞ്ഞു. അപ്പോൾ വ്രതം മുടങ്ങിയോ ഇന്ന്? അവർ കളിയാക്കുന്ന മട്ടിൽ പറഞ്ഞു. കമല മറുപടിയൊന്നും പറഞ്ഞില്ല. ശ്വേതേട്ടൻ പറയുന്നത് കേട്ടു. അപ്പച്ചി വ്രതം നോറ്റതുകൊണ്ട് പ്രയോജനമില്ലാതെ പോയില്ല. ഈ ജന്മം രാമദാസന് ഒരു ഭാര്യ വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഇപ്പോൾ അത് സാധിച്ചല്ലോ. വലിയേട്ടൻ ചിരിച്ചു. ജയേട്ടത്തിയമ്മയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. പഴയ നിസ്സംഗത തിരിച്ചു വന്നിട്ടുണ്ട്. സീമന്തനിയുടെ വിവാഹം ഉറപ്പിച്ചതിനു ശേഷം അവർ ആരോടും സംസാരിച്ചിട്ടില്ല. അവരുടെ സഹോദരനെ കൊണ്ട് അവളെ വേളി കഴിപ്പിക്കാനുള്ള ഉദ്ദേശം പരാജയപ്പെട്ടത് കൊണ്ടാവാം. അല്ലെങ്കിൽ വാക്കുകളെ മുത്തുകൾ പോലെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണല്ലോ പണ്ടേ അവർ. സേതുവേട്ടന് പ്രാതൽ വിളമ്പിക്കഴിഞ്ഞ് അവർക്കുള്ളത് ഒരു പ്ലേറ്റിലെടുത്ത് അവൾ മുകളിൽ പോയി. സീമന്തിനി പൂക്കുടയുമായി ചായ്പിലേക്ക് നടന്നു. ഭർത്താവിന് പ്രാതൽ കൊടുത്ത ശേഷം കമലയും ചായ്പിലേക്ക് പോയി. സീമന്തിനി അപ്പച്ചിയുടെ കട്ടിലിനരികിൽ ഇരിക്കുകയാണ്. കമല അടുത്ത് ചെന്ന് ചോദിച്ചു, അപ്പച്ചി എന്തേ ഇന്ന് വ്രതം നോക്കുന്നില്ലെന്ന് പറഞ്ഞത്? സുഖമില്ലേ? വ്രതം ഞാൻ മതിയാക്കി കുട്ടിയെ, മടുത്തു. ശരീരം കൊണ്ട് തീരെ വയ്യ.
മനസ്സിന് അത്ര പോലും വയ്യാണ്ടായി. എന്താ ഇവിടെ നടക്കുന്നതിപ്പോൾ? ഈ പെൺകുഞ്ഞിന്റെ ജീവിതമല്ലേ ആ വിവരം കെട്ടവർ പാഴാക്കാൻ പോണത്? എന്റെ വാക്കിന് അല്പമെങ്കിലും വില കൽപ്പിച്ചോ അവർ മൂവരും? എന്തു ചെയ്യാനാ അപ്പച്ചി, അവരുടെയൊക്കെ സ്വഭാവം അങ്ങനെയായി. ഇവളുടെ അമ്മ വീണ്ടും പഴയപടി മനസ്സ് തെറ്റി കിടപ്പായില്ലേ? ഇതിന്റെയൊക്കെ ഫലം എന്നെങ്കിലും അനുഭവിക്കാതിരിക്കുവോ ഇവർ? ഇവളുടെ കാര്യം ഓർക്കെ ഓർക്കെ ശരീരം തളരുന്നു. എന്റെ അനുജൻ വയസ്സുകാലത്ത് ചെയ്ത ഒരു തെറ്റിന്റെ ഫലം. പക്ഷെ അതിന് അവൾ എന്തു പിഴച്ചു ഇങ്ങനെ ശിക്ഷിക്കാൻ? അവർ കിതപ്പോടെ പറഞ്ഞു. അല്പനേരത്തെ മൗനത്തിന് ശേഷം കമല പൂക്കുട ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, തീർത്ഥവും പ്രസാദവും ഇതിലുണ്ട് അപ്പച്ചി, അവിടെ വെച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. അവർ കണ്ണുകൾ അടച്ചു കിടന്നു. സീമന്തിനി അപ്പച്ചി പറയുന്നതൊന്നും ശ്രദ്ധിക്കുകയായിരുന്നില്ല. കമലേട്ടത്തിയമ്മ രവീന്ദ്രേട്ടനോട് സംസാരിച്ചു എന്നറിയാനുള്ള ഉത്കണ്ഠ മാത്രമേ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നുള്ളൂ. പരീക്ഷാഫലം കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയുടെ അക്ഷമ അവളുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം വരുത്തി. കമല അത് മനസ്സിലാക്കിയിട്ട് അവളെ വിളിച്ചുകൊണ്ട് ചായ്പിന്റെ മുറ്റത്തിറങ്ങി. അടുത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കമല പറഞ്ഞു, ഞാൻ രവീന്ദ്രനെ കണ്ടു. അയാൾ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. സംഗതികളെല്ലാം ഞാൻ അയാളോട് പറഞ്ഞു. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും ധൈര്യമായിരിക്കാൻ നിന്നോട് പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ! സീമന്തിനിയുടെ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു തുളുമ്പി. അവൾ പറഞ്ഞു, എനിക്കറിയാം എന്നോട് സ്നേഹമുണ്ടെന്ന്. എല്ലാം പറഞ്ഞു തീർക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇനി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ആലോചിക്കേണ്ടത്. ബുദ്ധിപൂർവം ചെയ്തില്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് പറയാനോ ചെയ്യാനോ എനിക്കറിയില്ല ഏട്ടത്തിയമ്മേ. എന്റെ ഏട്ടത്തിയമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഒരു തീരുമാനമെടുത്ത് വെള്ളിയാഴ്ച രവീന്ദ്രനെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയിച്ചുറച്ച ഒരു ദിവസം നിന്നെയും കൊണ്ട് സ്ഥലം വിടണമെന്നും കച്ചേരിയിൽ ചെന്ന് വിവാഹം നടത്തണമെന്നും ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു നെടുവീർപ്പോടെ കമല തുടർന്നു. തേക്കുംകാട് മഠത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇതിന് കൂട്ടുനിൽക്കുന്നു. അന്യായം കണ്ടുകൊണ്ട് കൈയും കെട്ടി നിൽക്കാൻ എനിക്ക് എന്തുകൊണ്ടോ ഒരിക്കലും സാധിക്കാറില്ല. പടിഞ്ഞാറേ മുറ്റം വഴി രാമദാസൻ ചായ്പിന് നേർക്ക് നടന്നു വരുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വലിയേട്ടൻ പറഞ്ഞു ഞാൻ ഈ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. കമല ചോദിച്ചു, രാമദാസൻ എന്തു മറുപടി പറഞ്ഞു? അയ്യോ, വലിയേട്ടനെ എനിക്ക് പേടിയാ. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്നെ തല്ലിയാലോ? കളിപ്പാട്ടങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ആഹ്ലാദത്തോടെ അയാൾ തുടർന്നു, വലിയേട്ടൻ എനിക്ക് വേണ്ടി സ്വർണ്ണ കസവും മുണ്ടും പട്ട് ജുബയും വാങ്ങാൻ പോകുന്നു മംഗലാപുരത്ത് നിന്ന്. വലിയേട്ടത്തിയമ്മ പറഞ്ഞു, പിന്നെ സ്വർണം കൊണ്ടുള്ള പൂണൂലും പവിത്ര മോതിരവും ഒക്കെ തരുന്നുണ്ട് എനിക്ക്. കമല അയാളെ സഹതാപത്തോടെ നോക്കി. രാമദാസൻ സീമന്തിനിയെ നോക്കി പറഞ്ഞു, കുട്ടിക്ക് ഞാൻ ഒത്തിരി ചെമ്പകപ്പൂ പറിച്ചു തരാട്ടോ എന്നും. പിന്നെ അങ്ങ് പടിഞ്ഞാറേ പറമ്പിൽ ഒരു കുളത്തിന്റെ അടുത്ത് കൈതപ്പൂ വിരിഞ്ഞു നിൽക്കുന്നു, അതും കൊണ്ടുവരാം, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കമല അയാളോട് ചോദിച്ചു, കല്യാണം കഴിച്ചാല് അവൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുവോ രാമദാസൻ? ജോലിയൊന്നുമില്ലല്ലോ രാമദാസന്. കമല എന്തോ വിഡ്ഢിത്തം ചോദിക്കുകയാണെന്ന മട്ടിൽ അയാൾ പറഞ്ഞു, അയ്യോ, എന്താ ഈ ചോദിക്കണേ? ഈ കുട്ടിയല്ലേ എനിക്കെന്ന് ഊണ് തരിക? പിന്നെ ഞാൻ എന്തിനാ കൊടുക്കേണ്ടി വരിക? ഉടുക്കാനൊക്കെ വലിയേറ്റം വാങ്ങിച്ചു തരില്ലേ? മക്കളൊക്കെ ഉണ്ടായാൽ അവരെ അന്വേഷിക്കണ്ടേ രാമദാസൻ? മക്കളോ? മക്കളെ എവിടുന്നാ കൊണ്ടുവരിക? അതെനിക്ക് അറിയില്ലല്ലോ. സേതുവും ഭാര്യയും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കുഞ്ഞിനെയും വാങ്ങിച്ചുകൊണ്ട് വന്നു. സേതുവിനോട് ചോദിക്കാം എവിടുന്നാ വാങ്ങേണ്ടതെന്ന്. സഹതാപവും സങ്കടവും തോന്നിയെങ്കിലും കമലയ്ക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഏണി എടുക്കാൻ വന്നതാ. തട്ടും പുറത്ത് കയറി നാളികേരം എടുക്കാൻ. എല്ലാം പൊതിച്ച് മില്ലിൽ കൊടുക്കണം. കല്യാണ സദ്യക്ക് ഒത്തിരി എണ്ണ വേണം. അയാൾ വലിയ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന ഗൗരവത്തോടെ തലയുയർത്തി പിടിച്ച് ചായ്പിന് പിന്നിലേക്ക് നടന്നു. കമല അയാൾ നീങ്ങുന്നത് സഹതാപത്തോടെ നോക്കി നിന്നു. രാമദാസിന്റെ മനസ്സ് ഒട്ടും ആഴമില്ലാത്ത ഒരു കുളം പോലെയാണെന്ന് അവൾക്ക് തോന്നി. അവിടെ ഓളങ്ങളില്ല, ചുഴികളില്ല, മലരികളില്ല. സീമന്തിനി ഗദ്ഗദത്തോടെ പറഞ്ഞു, നോക്കൂ ഏട്ടത്തിയമ്മേ, എന്റെ 3 ഏട്ടന്മാർ ചേർന്ന് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച വരൻ. എത്ര സ്നേഹമാണ് അവർക്ക് എന്നോടെന്ന് നോക്കൂ. പിന്നെ അവൾ കമലയുടെ കൈകൾ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്റെ ഏട്ടത്തിയമ്മ ഈ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് ഓർക്കാൻ കൂടി എനിക്ക് ശക്തിയില്ല. ഏട്ടത്തിയമ്മയാണ് എന്റെ ദൈവം. ഞാനല്ല കുട്ടി, രവീന്ദ്രനാണിപ്പോൾ ദൈവത്തെ പോലെ രക്ഷിക്കാൻ വന്നു നിൽക്കുന്നത്. കമല പുഞ്ചിരിയോടെ പറഞ്ഞു, വരൂ,
നമുക്ക് പ്രാതൽ കഴിക്കണ്ടേ? എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, സീമന്തിനി പറഞ്ഞു. അമ്മ ഉണർന്നോ എന്നറിയില്ല. അമ്മ ഒന്നും കഴിച്ചില്ല. ഇന്നലെ അത്താഴം പോലും കഴിച്ചില്ലായിരുന്നു. ഞാൻ ചാവടിയിൽ ചെന്ന് നോക്കട്ടെ? ഏട്ടത്തിയമ്മ ചെന്ന് കഴിച്ചോളൂ, ഞാൻ ഉടനെ എത്താം. അവൾ ധാവണി തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ച് ചാവടിയിലേക്ക് നടന്നു. അടുത്ത ഭാഗം നാളെ.